ലോകത്ത് വിശ്വാസങ്ങളെക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങളാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു. അത് വിശ്വാസം. എന്നാൽ ദൈനംദിന പ്രവൃത്തികളിൽ ചിലത് സമയം തെറ്റി ചെയ്താലോ വിഭിന്നമായി ചെയ്താലോ അത് ദൈവത്തെ കോപപ്പെടുത്തുമെന്നും നമുക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും വിശ്വസിക്കുന്നവർ നിരവധിയുണ്ട്. ആ വിശ്വാസങ്ങളെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് മാത്രമല്ല, ബിസിനസ്സുകാർക്കും ക്രിക്കറ്റ് കളിക്കാർക്കും എന്തിന് ശാസ്ത്രജ്ഞർക്ക് പോലും അന്ധവിശ്വാസങ്ങളുണ്ട്. പറഞ്ഞു വരുന്നത്, അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിക്കുന്ന തരം വിശ്വാസങ്ങൾ അത് വിശ്വസിക്കുന്നവർക്ക് ദൈവവിശ്വാസം പോലെ പവിത്രമാണ്. ശാസ്ത്രജ്ഞർക്ക് പോലും ആ വിശ്വാസം പ്രധാനമാണ് എങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാതിരിക്കുമോ അന്ധവിശ്വാസങ്ങൾ? കേരളത്തിൽ ഓരോ പ്രാവശ്യവും UDF സർക്കാർ വന്നപ്പോഴും അത്തരമൊരു അന്ധവിശ്വാസത്തിന്റെ വാർത്ത പൊന്തി വന്നിട്ടുണ്ട്. ഇവിടെ UDF സർക്കാരുകൾ ഭരണത്തിൽ എത്തുമ്പോൾ സ്ഥിരം വില്ലനാകുന്നത് 13 എന്ന നമ്പറാണ്. 13 എന്ന നമ്പറിന് എന്താണ് തകരാറ്? പെട്ടെന്ന് ചോദിച്ചാൽ ആരും ഒന്ന് മേലോട്ട് നോക്കും. 13-ന് എന്താ കുഴപ്പമെന്ന് ആലോചിച്ചുകൊണ്ട്. എന്നാൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് ഇപ്പോൾ UDF മന്ത്രിസഭയിലെ മന്ത്രിമാരും പറയുന്നു. VD സതീശൻ സർക്കാരിലെ ആരും 13-ാം നമ്പർ കാർ സ്വീകരിച്ചിട്ടില്ല. പതിവ് പോലെ എല്ലാ UDF സർക്കാരുകളെയും പോലെ 13-നോട് ഐത്തം പ്രഖ്യാപിച്ചിരിക്കുകയാണ് UDF മന്ത്രിമാർ. ആർക്കും 13-ാം നമ്പർ കാർ വേണ്ട. കാലാകാലങ്ങളിൽ UDF മന്ത്രിസഭ അധികാരത്തിൽ എത്തിയപ്പോഴെല്ലാം അജ്ഞാതവാസത്തിന് പോകുന്ന 13-ാം നമ്പർ കാർ ഇക്കുറിയും 5 വർഷം അജ്ഞാതവാസത്തിലായിരിക്കും. മുൻപ് 2001-ൽ AK ആന്റണി കേരളം ഭരിച്ചപ്പോഴും പിന്നീട് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും 13-ാം നമ്പർ കാർ കാണാതായിരുന്നു. ഇപ്പോഴിതാ VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴും പതിവിന് മാറ്റമൊന്നുമില്ല. 13-ാം നമ്പർ അശുഭ നമ്പരാണ് എന്നും അത് ഗുണം ചെയ്യില്ല എന്നുമുള്ള അന്ധവിശ്വാസമാണ് മന്ത്രിമാരെ ഈ നമ്പർ സ്വീകരിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. എന്നാൽ മുൻകാലങ്ങളിലെ ഇടത് സർക്കാരുകളിൽ ഒന്നിൽ പോലും 13-ാം നമ്പറിനോട് ഐത്തമുണ്ടായിരുന്നില്ല എന്നതുകൂടി ഓർക്കണം. 2001-ലാണ് അശുഭകരമായ നമ്പർ എന്ന് പറഞ്ഞ് AK ആന്റണിയുടെ UDF മന്ത്രിസഭ 13-ാം നമ്പർ കാറിന് ഐത്തം പ്രഖ്യാപിച്ചത്. അന്ന് കാണാതായ കാർ പിന്നീട് തിരിച്ചെത്തിയത് 2006-ൽ VS സർക്കാരിന്റെ കാലത്ത്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി തന്റെ ഔദ്യോഗിക കാറായി സ്വീകരിച്ചത് ഇതേ 13-ാം നമ്പർ കാർ. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തി. 13-ാം നമ്പർ കാറിന് വീണ്ടും അജ്ഞാതവാസ കാലം. 2016-ൽ 1-ാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിലും ആർക്കും 13-ാം നമ്പർ കാർ വേണ്ട. മടിച്ചു നിന്നു എല്ലാവരും. ഇടത് മന്ത്രിമാർക്ക് ഭയമെന്ന് പറഞ്ഞ് K സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും KT ജലീലും VS സുനിൽകുമാറും കാർ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. ഒടുവിൽ ഐസക് തന്നെ ആ കാർ ഉപയോഗിച്ചു. 2021-ൽ CPI മന്ത്രിയായിരുന്ന P പ്രസാദ് 13-ാം നമ്പർ കാർ ചോദിച്ചു വാങ്ങുകയായിരുന്നു. 13-നോട് ഐത്തം കാണിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്നും ഈ നൂറ്റാണ്ടിലും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നത് കഷ്ടമാണ് എന്നും അന്ന് P പ്രസാദ് പറഞ്ഞിരുന്നു. ഇനി ഈ 13-ാം നമ്പർ കാർ ഉപയോഗിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. VS സർക്കാരിൽ 13-ാം നമ്പർ കാർ ഉപയോഗിച്ച MA ബേബി പിന്നീട് മന്ത്രിയായില്ല എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെന്നും അത് 13-ന്റെ കുഴപ്പമാണ് എന്നും വിരുദ്ധർ വാദിച്ചു. എന്നാൽ ബേബി ഇപ്പോൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയാണ്. 1-ാം പിണറായി സർക്കാരിന്റെ മന്ത്രിയായിരുന്നപ്പോൾ തോമസ് ഐസക്കും 13 ചോദിച്ചു വാങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഐസക്കിന് പിന്നീട് നിയമസഭയിലേക്ക് സീറ്റ് കിട്ടിയില്ല എന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റു എന്നുമാണ് ഒരു വാദം. എന്നാൽ 2-ാം പിണറായി സർക്കാരിൽ 13 ചോദിച്ചു വാങ്ങിയ P പ്രസാദ് ആവട്ടെ ഇത്തവണ UDF തരംഗത്തിനിടയിലും ചേർത്തലയിൽ നിന്ന് ഭൂരിപക്ഷം ഇരട്ടിയാക്കി ജയിച്ചു കയറി. UDF സർക്കാർ VD സതീശന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയതോടെ ഇതാ 13-ാം നമ്പർ വീണ്ടും വനവാസത്തിന് പോകുന്നു. ഇനി മന്ത്രികളുമായി ബന്ധപ്പെട്ടുള്ള അന്ധവിശ്വാസം കൂടി പറയാം. ലക്ഷണം കെട്ട നമ്പർ എന്നാണ് 13-നെ പറയുന്നത് എങ്കിൽ മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും തലയെടുപ്പുള്ളതും ലോക് ഭവന്റെ അയൽപക്കവുമായ മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവർ അധികം വാഴില്ല എന്നാണ് ഇവിടുത്തെ അന്ധവിശ്വാസം. എന്തുകൊണ്ടാണ് മൻമോഹൻ ബംഗ്ലാവിന് പിന്നിൽ അന്ധവിശ്വാസങ്ങളുടെ അനേകം കഥകൾ പ്രചരിക്കുന്നത്? മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച രാഷ്ട്രീയക്കാർ അടിക്കടി വിവാദങ്ങളിൽ പെട്ടതും പലർക്കും രാജിവെച്ച് പടിയിറങ്ങേണ്ടി വന്നതും ബംഗ്ലാവ് രാഷ്ട്രീയക്കാർക്ക് രാശിയില്ലാത്ത ഇടമാണ് എന്ന കഥ വ്യാപകമായി പ്രചരിച്ചു. ശ്രീമൂലം തിരുനാളാണ് മൻമോഹൻ ബംഗ്ലാവ് നിർമ്മിച്ചത്. ആദ്യമായി ഈ ബംഗ്ലാവിൽ താമസിക്കുന്നത് മന്ത്രി PS നടരാജപിള്ളയായിരുന്നു. തിരുവിതാംകൂർ മന്ത്രിസഭയുടെ കാലത്തായിരുന്നു ഇത്. പക്ഷേ താമസത്തിന് അത്ര പ്രൗഢി വേണ്ടെന്ന് തീരുമാനിച്ച നടരാജപിള്ള മൻമോഹൻ ബംഗ്ലാവ് ഓഫീസാക്കുകയും താമസം ഒരു ചെറിയ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു.
ജൂൺ കേരള കോൺഗ്രസ് നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള, കെ കരുണാകരൻ തുടങ്ങി പ്രബല രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചിട്ടുണ്ട്. മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള ശനിയുടെ അപഹാരം മാറ്റാൻ ബംഗ്ലാവിൽ വാസ്തുപൂജ ഉൾപ്പെടെ നടത്തിയിരുന്നു. മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച ജോണിന് ബംഗ്ലാവും സ്ഥാനവും പെട്ടെന്ന് ഒഴിയേണ്ടി വന്നിരുന്നു. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി മൻമോഹൻ ബംഗ്ലാവിൽ കാലാവധി തികച്ചു. പക്ഷേ മുഖ്യമന്ത്രിയായി ഒരു മാസത്തിനുള്ളിൽ കരുണാകരനും ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് വിനയായത് പഞ്ചാബ് മോഡൽ പ്രസംഗമാണ്. ഇതോടെ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച ബാലകൃഷ്ണപിള്ളയ്ക്കും സ്ഥാനമൊഴിയേണ്ടി വന്നു. പിന്നീട് VS സർക്കാരിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത്. കോടിയേരി ബംഗ്ലാവിൽ താമസം തുടങ്ങിയതിന് പിന്നാലെ വീടിനും ഗേറ്റിനും മാറ്റങ്ങൾ വരുത്താൻ 17.40 ലക്ഷം രൂപ ചെലവിട്ടുവെന്ന് ആരോപണങ്ങൾ ഉയർന്നു. ഇതിന് പിന്നാലെ കോടിയേരി മൻമോഹൻ ബംഗ്ലാവിൽ നിന്നും താമസം സമീപത്തെ ഫ്ളാറ്റിലേക്ക് മാറ്റി. പിന്നീട് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ ബംഗ്ലാവ് പരിഗണിച്ചുവെങ്കിലും അത് നടന്നില്ല. പിന്നീട് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന TU കുരുവിള മൻമോഹൻ ബംഗ്ലാവിൽ താമസം ആരംഭിച്ചു. എന്നാൽ ഭൂമി ഇടപാടിലെ ക്രമക്കേടിന്റെ പേരിൽ 2007 സെപ്റ്റംബറിൽ കുരുവിളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. പകരം മന്ത്രിയായ മോൻസ് ജോസഫിന് ഈ കെട്ടിടം അനുവദിച്ചുവെങ്കിലും PJ ജോസഫ് കുറ്റവിമുക്തനായി തിരിച്ചു വന്നതോടെ മന്ത്രിമന്ദിരം മോൻസ് ജോസഫിന് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു. 2010 LDF-ൽ നിന്ന് UDF-ലേക്ക് മാറിയ PJ ജോസഫ് മന്ത്രിപദം രാജിവെച്ച് ബംഗ്ലാവ് ഒഴിഞ്ഞു. പിന്നീട് 2011 മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് ആര്യാടൻ മുഹമ്മദാണ്. സോളാർ കേസിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ടുവെങ്കിലും ആര്യാടൻ കാലാവധി പൂർത്തിയാക്കി. തോമസ് ഐസക്കും ആന്റണി രാജുവും സജി ചെറിയാനും ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സജി ജയിച്ചു കയറി. ഇവിടെ താമസിച്ച മോൻസ് ജോസഫ് ഇത്തവണ ജയിച്ച് മന്ത്രിയുമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇവിടെ താമസിച്ചത് 2021 മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ്. പിന്നീട് ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ആന്റണി രാജു മാറി. അവസാനം 2026 ജനുവരിയിൽ തൊണ്ടിമുതൽ കേസിൽ കോടതി ശിക്ഷിച്ചതോടെ ആന്റണി രാജുവിനെ അയോഗ്യനാക്കുകയും ചെയ്തു. എന്തായാലും ഇത്തവണ പുതുമുഖമായ മന്ത്രി ജനീഷാണ് മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നത്. എന്തായാലും മന്ത്രിമാർക്കെല്ലാം ഇരിപ്പിടങ്ങളും ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 6 മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലാണ് ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഓഫീസ് മുറികൾ അനുവദിച്ച് പൊതുഭരണ വകുപ്പിന്റെ അനൌദ്യോഗിക ഉത്തരവ് നേരത്തെ തന്നെ പുറത്തിറങ്ങിയതാണ്. പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രിയുടെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന നോർത്ത് ബ്ലോക്കിലെ 141 നമ്പർ മുറി തന്നെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയും തന്റെ ഓഫീസായി എടുത്തിട്ടുള്ളത്. പിണറായിയുടെ ഓഫീസ് നിലനിർത്തിയെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എതിർവശത്തെ ഓഫീസ് കൂടി തന്റേതാക്കിയ പിണറായി ശൈലി പിന്തുടരാൻ സതീശൻ തീരുമാനിച്ചിട്ടില്ല. മറ്റൊരു യാദൃച്ഛികത എന്തെന്നാൽ 10 വർഷം മുൻപ് വരെ മന്ത്രിയായിരുന്ന സമയം PK കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചിരുന്ന 149 നമ്പർ മുറി അദ്ദേഹത്തിന് തന്നെ ഓഫീസ് മുറിയായി തിരികെ ലഭിച്ചിരിക്കുന്നു എന്നതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് EP ജയരാജനും ഇടക്കാലത്ത് AC മൊയ്തീനും ഉപയോഗിച്ചിരുന്നത് ഈ മുറിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ മുറിയാണ് പിണറായി വിജയൻ കൈയടക്കി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഓഫീസാക്കിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവരും ഘടകകക്ഷികളിൽ നിന്ന് മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ എന്നിവരുമാണ് നിർണായകമായ നോർത്ത് ബ്ലോക്കിൽ ഓഫീസ് ലഭിച്ച മറ്റു മന്ത്രിമാർ. ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലിന്റെ ഓഫീസായിരുന്ന 131 നമ്പർ മുറിയിലാകും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല ഇരിക്കുന്നത്. KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫിന് നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലെ 3-ാം നിലയിലാണ് മുറി. CP ജോണും AP അനിൽകുമാറും മെയിൻ ബ്ലോക്കിലെ 1-ാം നിലയിൽ ഉണ്ടാകും. അനൂപ് ജേക്കബ്, സണ്ണി ജോസഫ് ഇരിക്കുന്ന അതേ ബ്ലോക്കിൽ 1-ാം നിലയിലാണ്. T സിദ്ദിഖും KA തുളസിയും സൗത്ത് ബ്ലോക്കിലെ 2ഉം 1ഉം നിലകളിൽ ഉണ്ടാകും.